उठो जागो और तब तक नहीं रुको जब तक ലക്ഷ്യ പ്രാപ്ത ना हो. അതായത് ഈ ഒരു ഫേമസ് ആയിട്ടുള്ള കോട്ടിങ് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളതാണ്. അതിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. നിങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചാലേ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഹിന്ദി സംസാരിക്കണോ? आप लोगों को हिंदी अच्छे तौर पर कॉन्फिडेंट के साथ बातें करना है क्या? हाँ, आप लोगों को करना है അല്ലേ? നിങ്ങൾക്ക് സംസാരിക്കണം. പക്ഷെ സംസാരിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? आप लोगों को 3 बातों पर ध्यान रखना है. അതായത് 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 3 കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ലൈഫിൽ നടത്തിക്കഴിഞ്ഞാൽ, അതായത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും आप लोग हिंदी अच्छे से बात कर सकते हो. നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങൾ സംസാരിച്ച് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹിന്ദി നല്ലതുപോലെ ഫ്ലുവൻ്റ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയും. ആ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, റീഡ്. വായന ഉണ്ടാവണം അല്ലേ? ഏത് കാര്യത്തിലും വായന ഉണ്ടായാലേ ഉള്ളൂ നമുക്ക് വളരാൻ പറ്റുള്ളൂ. വായിച്ച് വളരണം എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ? അതുപോലെ തന്നെ റീഡിങ്. സെക്കൻഡ്, ലിസണിങ്. കേൾക്കണം. എന്തെങ്കിലും കേൾക്കാനുള്ള ആ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. തേർഡ് വൺ, വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, അല്ലെ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. എന്താണ്? പ്രാക്ടീസ്. വിത്തൗട്ട് പ്രാക്ടീസ്, बिना अभ्यास के कुछ भी हम कोई भी लक्ष्य हम प्राप्त नहीं कर पाएंगे. बिना अभ्यास के, വിത്തൗട്ട് പ്രാക്ടീസ് നമുക്കൊന്നും നേടിയെടുക്കാൻ പറ്റില്ല. അപ്പം ഈ 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? റീഡിങ്, ലിസണിങ് ആൻഡ് പ്രാക്ടീസ്. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹിന്ദി നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഓരോ പോയിൻറ്റ്സ് നോക്കാം. ഓരോ പോയിൻറ്റ്സിലും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതായത് റീഡിങ്. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞ എന്താണ്? റീഡിംഗ് ആണ്. റീഡിങ്ങിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? എന്തും. ഇപ്പം ഞാൻ ഇന്ന് റീഡിംഗ് എന്ന് പറഞ്ഞു, അടുത്ത ദിവസം വലിയ ഏതെങ്കിലും ലൈബ്രറിയിൽ നിന്നോ എവിടെന്നെങ്കിലുമൊക്കെ ഹിന്ദിയുടെ വലിയ ബുക്സൊക്കെ എടുത്ത് പ്രബന്ധമൊക്കെ ഇരുന്ന് വായിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. आप लोगों को छोटे പുസ്തകം लेना है. ചെറിയ പുസ്തകങ്ങൾ. അതായത് നമ്മൾ ബാലരമ പോലെ, കളിക്കുടുക്ക പോലെ, അതുപോലത്തെ കുഞ്ഞു പുസ്തകങ്ങൾ നമ്മൾ അവിടെ നിന്ന് തുടങ്ങാം. ठीक है, हम वहाँ से स्टार्ट करेंगे. छोटे बच्चों की तरह നമ്മൾ കുഞ്ഞു കുട്ടികളെ പോലെ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് ഈ പോയിന്റ്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യമായിട്ട് നമ്മളെ തന്നെ ഒന്ന് ജഡ്ജ് ചെയ്യണം. അതായത് 0 to 10 നമ്പേഴ്സിൻ്റെ എടുത്തു. 0 to 10 എടുത്താൽ നിങ്ങൾ ഏത് നമ്പറിലാണ് നിൽക്കുന്നത്? ഹിന്ദി നിങ്ങൾക്ക് അറിയാവുന്നത് ഏത് നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? അതായത് 0 ആണോ? അല്ല, ഒരിക്കലും നിങ്ങൾ ആരും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കും ഒട്ടും ഹിന്ദി അറിയാൻ മേലാത്തവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഹിന്ദി അത്യാവശ്യം കേട്ടാൽ മനസ്സിലാവും. അത്യാവശ്യം കുറച്ചൊക്കെ തോടാ തോ ആത്താ ഹെ അല്ലേ? തോടാ കുറച്ചൊക്കെ നമുക്കറിയാം. അപ്പം നിങ്ങൾ ഒരിക്കലും 0-യിലല്ല. അത് തന്നെ ഏറ്റവും വലിയ കാര്യമല്ലേ? നമ്മൾ 0-യിൽ നല്ല തുടങ്ങുന്നത്. നമ്മൾ സെക്കൻഡിലോ 3rd-ലോ 4th-ലോ ഒക്കെ നിൽക്കുന്നവരാണ് നമ്മൾ ബേസിക്സ് കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സുകളിൽ സ്കൂളുകളിലൊക്കെ പഠിച്ചാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും 0-യിലല്ല. അപ്പം നമ്മൾ എന്താ വേണ്ടേ? ചെറിയ പുസ്തകങ്ങൾ. നമ്മൾ ആദ്യം നമ്മുടെ ഏത് പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കാം. നമ്മൾ 0-യിലല്ല എന്താണെങ്കിലും അത് തന്നെ വലിയ കാര്യമാണ്. നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും, തിരിച്ച് പറയാൻ കിട്ടുന്നില്ല വേർഡ്സ്. അതാണ് നമ്മുടെ പ്രശ്നം. അപ്പം അത് നമുക്ക് എങ്ങനെ ചെയ്യാം? വേർഡിങ്സ് ഒക്കെ കിട്ടണം, ലാംഗ്വേജ് നമ്മുടെ വർദ്ധിപ്പിക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ റീഡിങ് വേണം. ഓക്കെ. റീഡിങ് ചെയ്യുമ്പം ഒരിക്കലും ഇങ്ങനെ വെറുതെ വായിക്കരുത്. റീഡ് ലൗഡ്ലി, ഉറക്കെ വായിക്കുക. ജോർ സെ പഠൂ. എന്താണെങ്കിലും ഏത് ടോപ്പിക്കാണെങ്കിലും നമ്മൾ എന്തും വായിക്കുമ്പോൾ ഉറക്കെ വായിക്കണം. ഉറക്കെ വായിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ ആ വേർഡ്സ് അടിച്ചിരിക്കും. അതായത് അതിങ്ങനെ ഫീഡ് ചെയ്തിരിക്കും. അപ്പോൾ എന്ത് വായിക്കുമ്പോഴും, ഷോർട്ട് സ്റ്റോറീസ് ആവട്ടെ, കുഞ്ഞു ബുക്സ് ആവട്ടെ, എന്തും ആവട്ടെ, നിങ്ങൾ വായിക്കുന്നത് ഉറക്കെ വായിക്കണം. ആ വായിക്കുമ്പം ഒരു ചെറിയൊരു പാരഗ്രാഫുള്ള ചെറിയ ഷോർട്ട് സ്റ്റോറീസാണ് വായിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് വേർഡ്സ് ആയിട്ട് തോന്നുന്ന ചില വേർഡ്സുകൾ, ആ വേർഡ്സുകളുടെ മീനിങ് കണ്ടുപിടിക്കാം. എന്ത് വായിക്കുമ്പോഴും അതിൻ്റെ അകത്ത് ഡിഫിക്കൽട്ട് വേർഡ്സ് മാർക്ക് ചെയ്യുക, അതിൻ്റെ മീനിങ് കണ്ടുപിടിക്കുക. അതാണ് റീഡിങ് സെക്ഷനിൽ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് തിങ്. ഓക്കെ. അങ്ങനെ നിങ്ങൾക്ക് റീഡിങ് ചെയ്യാം. സെക്കൻഡ്, ലിസണിങ്. നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കേൾവിക്കാരാവുക എന്നുള്ളത് ചിലർക്കെങ്കിലും ഇഷ്ടമല്ലാത്ത, നമുക്ക് ഇങ്ങനെ വർത്താനം പറയാനാണ് ഇഷ്ടം
അല്ലേ? കേൾവിക്കാരാവാൻ മടി കാണിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ എന്നാലും നമുക്ക് സിനിമ കാണാൻ ഇഷ്ടമാണല്ലോ, സീരിയലുകൾ കാണാൻ ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ ഈ ഹിന്ദി സിനിമകളും സീരിയലുകളും ഒക്കെ കുറച്ചൊക്കെ ഇന്നിപ്പോൾ ടീച്ചർ പറഞ്ഞു, അല്ല ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അടുത്ത ദിവസം മുതൽ സീരിയൽ കാണാനോ സിനിമ കാണാനോ കുത്തിയിരിക്കരുത്. എൻ്റെ കൊച്ചു കൂട്ടുകാർ പഠിക്കാനുള്ളതൊക്കെ പഠിക്കണേ. അപ്പം അതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, കുറേ വേർഡ്സ് കിട്ടും അല്ലേ? കുറേ വേർഡ്സുകൾ മനസ്സിലാവും, ഏത് രീതിയിലാണ് അത് യൂസേജ് നടക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചെങ്കിലും ആ ഹിന്ദി ഈ പറഞ്ഞ സിനിമകളോ സീരിയലുകളോ ഒക്കെ കാണാം. പ്ലസ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യട്ടെ, എൻ്റെ പ്രീവിയസ് വീഡിയോസ് ഹിന്ദി സ്പീക്കിംഗ് ടെക്നിക്സുകൾ പറഞ്ഞുകൊണ്ടുള്ള കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസും കൂടെ ഒന്ന് റെഫർ ചെയ്ത് നിങ്ങൾ ഡെയിലി ഒന്ന് കേട്ടാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു സ്പീക്കിംഗ് അല്ലെങ്കിൽ വേർഡിങ്, ആ ലാംഗ്വേജ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. തേർഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ബിനാ അഭ്യാസ് കി കുച്ച് ഭി ഹം ഹാസിൽ നഹീ കർ സക്തെ. അതായത് വിത്തൗട്ട് പ്രാക്ടീസിങ് നമുക്കൊന്നും നേടിയെടുക്കാൻ പറ്റില്ല. തോ അഭ്യാസ് കർനാ ചാഹിയെ, പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അതെ, നമ്മൾ സംസാരിക്കണം അല്ലേ? ഹിന്ദി എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കണം നമുക്ക് ഏറ്റവും മടി അല്ലേ? മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിലോ എന്നുള്ള ആ ഒരു ഹെസിറ്റേഷൻ, നമുക്ക് ആ ഒരു മടി, അതാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. പക്ഷേ വഹാ ആപ്കോ ആപ്കെ ഏക് മിത്ര കോ ആപ്കെ ഏക് അച്ഛേ ദോസ്ത് കോ ചുനനാ ചാഹിയെ. നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഒരു നല്ലൊരു ഫ്രണ്ടിനെ ചൂസ് ചെയ്യുക. നിങ്ങളെപ്പോലെ ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫ്രണ്ടിനെ അല്ലെങ്കിൽ ഒരു കൊളീഗിനെ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന മാക്സിമം ടൈം നിങ്ങൾ ആ ഒരു ലാംഗ്വേജ്, അതായത് ഹിന്ദി ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി അതുമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കൊളീഗിനെ കിട്ടുന്നില്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ല, മറ്റുള്ളവർ കളിയാക്കുന്ന ഫ്രണ്ട്സാണ് നിങ്ങളുടെ ഉള്ളിലുള്ളെങ്കിൽ നിങ്ങൾ മിററിനെ ചൂസ് ചെയ്യുക. കണ്ണാടി മതി. നമ്മൾ നമ്മുടെ കണ്ണാടി നോക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഡെയിലി നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ മനസ്സിൽ വരുന്ന എല്ലാ വേർഡ്സും, അതായത് SMP ടെക്നിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് സെൻറ്റൻസ് മേക്കിംഗ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു പ്രാക്ടീസ് നടത്താൻ പറ്റും. മെൻ്റലി ആ ഒരു പ്രാക്ടീസ് നടത്താൻ പറ്റും. എങ്ങനെയാണ്? അതായത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ, ഇപ്പം ഇന്ന് സൺഡേ ആണ്, ആജ് രവിവാർ ഹേ, ആജ് മേ ജൽദി നഹീ ഉഠൂങ്കി, ആജ് മേ ലേറ്റ് ഉഠൂങ്കി. ഞാൻ ഇന്ന് താമസിച്ച് എഴുന്നേക്കുള്ളൂ, ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ചേറെ നേരം ഉറങ്ങണം. കൽ മേ നാളെ ഞാൻ മൂവിക്ക് പോകും, സിനിമ കാണാൻ പോകും. കൽ മേ മൂവി ദേഖ്നെ ജാവുങ്കി. ഈ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ തലച്ചോറിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കുക. സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ നോക്കുക. ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിലൂടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഹിന്ദി കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. ഇതിനൊക്കെ വേണ്ടി ഞാൻ പറഞ്ഞ ഈ 3 പോയിൻറ്റ്സ്, അതായത് റീഡിങ്, ലിസണിങ് ആൻഡ് പ്രാക്ടീസ്, ഈ 3 കാര്യങ്ങൾ തരവായിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ആപ് ലോഗ് അപ്നെ ലക്ഷ്യ കോ പ്രാപ്ത് കർ സക്തേ ഹൈ. നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റും. കോൺസാ ലക്ഷ്യ? अच्छे से हिंदी बात करने का वो लक्ष्य आप प्राप्त कर सकते हो. നിങ്ങൾക്ക് നല്ലതായിട്ട് ഹിന്ദി സംസാരിക്കണം, കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കണം എന്നുള്ള ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇതുപോലെ ഇന്നോവേറ്റീവായിട്ട് ഇൻഫോർമേറ്റീവായിട്ടുള്ള ഇനിയും വീഡിയോസ് കാണാൻ വേണ്ടി ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടിൽ ദെൻ ബൈ ബൈ.